Hello everyone. Last class we studied how to draw a door, its front elevation, its longitudinal section, and its sectional plan. Okay, so they are again shown in this figure. So this is how a door is drawn. First of all, we are drawing the front elevation, and by projecting the lines, we draw the longitudinal section, that is section 1 and afterwards we can draw the section 2 or the sectional plan by projecting the elevation downwards. Okay, this is how a door is drawn. Today we will be looking into the windows. Okay, in our syllabus we have glazed windows. So ഇന്ന് നമ്മൾ നോക്കുന്നത് glazed windows ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് എ ഗ്ലേസ്ഡ് വിൻഡോ? ഗ്ലേസ്ഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഗ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വിൻഡോസ് ആണ് ഗ്ലേസ്ഡ് വിൻഡോസ്. അതായത് നമ്മൾ ഒരിക്കലും ഡോറ് പണിയുന്ന പോലെ വിൻഡോ പണിയത്തില്ല, കാരണം അത് നമ്മൾ ഗ്ലേസ്ഡ് ആക്കി വെക്കാറുള്ളൂ. ബിക്കോസ് വി ഹാവ് ടു എൻ്റർ ദ സൺലൈറ്റ് ഇൻ ടു ദ ഹൗസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്ലേസ്ഡ് ആയിട്ടേ വിൻഡോസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസ് നോക്കുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് യുവർ അസൈൻമെൻറ്റ്. ഓക്കെ, യു മസ്റ്റ് ഡ്രോ എ ഗ്ലേസ്ഡ് വിൻഡോ യൂസിങ് ദ സെയിം ഡയമെൻഷൻ ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഓക്കെ, ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന അതേ ഡയമെൻഷനിലും കാര്യങ്ങളിലും നിങ്ങളൊരു വിൻഡോ വരയ്ക്കുക. ഡ്രോ ദിസ് ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റ്. ദ ഡ്യൂ ഡേറ്റ് വിൽ ബി ഐ ടോൾഡ് ഇൻ ദ ഗ്രൂപ്പ് 7th അല്ലേ, 7th എന്നല്ലേ ഞാൻ പറഞ്ഞു, 6th or 7th ആണ്. ഓക്കെ, അപ്പോൾ ആ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ വരച്ച്, അതായത് A3 സൈസ് വേണമെന്നില്ല, A3യുടെ പകുതി എടുത്താൽ മതി. പകുതി നിങ്ങൾക്ക് അടുത്ത അസൈൻമെൻറ്റിനായിട്ട് വയ്ക്കാം. മെയിൻലി ഐ വിൽ ബി ഗിവിങ് 2 assignments. ഓക്കെ, സോ 2 അസൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായാലും വേണം, ആവശ്യമാണ്. സോ ദാറ്റ്സ് വൈ ഐ എം ടെലിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് നോക്കുക. ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതിനുശേഷം താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വേണമെങ്കിൽ സെക്ഷൻ 2 വരയ്ക്കാം. അതിനുശേഷം സൈഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും വരയ്ക്കാം. അല്ലെങ്കിൽ ആദ്യം എലിവേഷൻ വരച്ചിട്ട് ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാം, എന്നിട്ട് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് സെക്ഷൻ 2 വരയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. സെക്ഷൻ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, പക്ഷേ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും ഫ്രണ്ട് വ്യൂ ആയിരിക്കും. അത് മാത്രമാണ് ഡോറിൻ്റെയും വിൻഡോയുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പാർട്സ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിൻഡോയുടെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ മുള്ളിയൻ എന്ന് പറഞ്ഞൊരു പാർട്ടാണ്, മുള്ളിയൻ. ഓക്കെ, അപ്പോൾ അത് ഈ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ട് ഈസ് മുള്ളിയൻ? ഈ സെൻട്രൽ പാർട്ടില്ലേ, അതായത് ഡോറിനാകുമ്പോൾ ഇങ്ങനൊരു പാർട്ട് മാത്രമേ ഉള്ളൂ, ഫ്രെയിം എന്ന് പറഞ്ഞ പാർട്ടേ ഉള്ളൂ. പക്ഷെ വിൻഡോയ്ക്ക് സെൻട്രലി ഇങ്ങനൊരു സ്പ്ലിറ്റ് ഉണ്ട്, അതായത് 2 പാനലിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് മുള്ളിയൻ. ഓക്കെ, അപ്പം അതും കൂടെ ഒരു എക്സ്ട്രാ കാര്യമായിട്ട് നമ്മുടെ വിൻഡോയിൽ വരുന്നുണ്ട്. വിൻഡോയിൽ ആകെ ഒരു എക്സ്ട്രാ കാര്യമായിട്ട് വരുന്നത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലറാണ്. ഡോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടും സിമിലറാണ്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പാനൽ ചെയ്യുമ്പോൾ ഗ്ലേസ്ഡ് പാനലാണല്ലോ. ഗ്ലേസ്ഡ് പാനൽ ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ വുഡൻ പാനലിംഗ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രത്യേക ഒരു കോറുഗേഷൻ അല്ലെങ്കിൽ ഒരു മാർക്കിംഗ് കൊടുക്കാറുണ്ടായിരുന്നു, ഹാച്ചിങ് കൊടുക്കാറുണ്ടായിരുന്നു. അതത് വുഡൻ ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ആയതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് ഇട്ടാൽ മതി, അതിനകത്തൊന്നും മാർക്കിങ്സ് ഒന്നും കൊടുക്കാൻ പോകണ്ട. പക്ഷേ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു മാർക്കിംഗ് സെൻറ്ററിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, ഗ്ലാസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബിഫോർ വി മൂവ് ഇൻ ടു ദ ഡ്രോയിങ്. ഓക്കെ, ഞാനപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു
ഡോർ ഒന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ആക്ച്വൽ ഡയമെൻഷൻ എടുത്ത് വേണം നിങ്ങൾ വരയ്ക്കാൻ. ജസ്റ്റ് ഞാനൊന്ന് അത് കാണിക്കാം, എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഓക്കെ, so here I took a blank page for the drawing. So first of all we are going for the elevation. So elevation എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ തന്നെയാണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ മറ്റൊരു പേരാണ് എലിവേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം വെർട്ടിക്കൽ വരയ്ക്കും, പിന്നെ ഹൊറിസോണ്ടൽ വരയ്ക്കും, പിന്നെ വെർട്ടിക്കൽ വരച്ച് അതിൻ്റെ ഫ്രെയിമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഫ്രെയിമിന് ഒരു തിക്നെസ് കാണും. അപ്പോൾ ആ തിക്നെസ്സും കൂടെ മേ ബി ഒരു 90 mm ആയിരിക്കും, 9 സെൻറ്റിമീറ്റർ. അതിനുശേഷം നമ്മൾ ഫ്രെയിം വരച്ചു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഫ്രെയിം കഴിഞ്ഞു. നമുക്ക് ഇതിനകത്താണ് ഇനി ഷട്ടർ വേണ്ടത്. നമ്മുടെ ഡബിൾ ലീഫ് ഡോറാണ്. അപ്പം സെൻട്രിൽ കൂടെ ഒരു വര വരയ്ക്കണം. സിമെട്രിക്കലാണ് രണ്ട് സൈഡിലോട്ടും. എത്ര പാനലുണ്ട്? 6 പാനൽ. അപ്പം പിന്നെ പാനൽ വരയ്ക്കുക. 2, 4, 6 പാനൽ. പിന്നെ പറയാനുള്ളത് ഹോൾഡ് ഫാസ്റ്റ് ആണ്. 6 ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡയമെൻഷൻ നോക്കി വരയ്ക്കണം. ഓക്കെ, 6 ഹോൾഡ് ഫാസ്റ്റ്. മുകളിലത്തെ ഹെഡ് എന്ന് പറയുന്നത് സൈഡിലോട്ട് കുറച്ചിങ്ങനെ നീങ്ങിയിരിപ്പുണ്ട്. എക്സ്റ്റൻഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷൻ്റെ പേരാണ് ഹോൺ. ഓക്കെ, താഴോട്ടും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതിനെ ലഗ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ എലിവേഷൻ കഴിയും. പിന്നെ ഇവിടെ ഷട്ടറും ഫ്രെയിമും കൂടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി സാധനം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? ഹിഞ്ചസ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. വളരെ ചെറുതായിട്ടുള്ളൊരു സാധനമാണ് ഹിഞ്ചസ്. പിന്നെ നടുക്ക് ലോക്ക് റെയിലൊരു ആൽഡ്രോപ്പ് ഉണ്ട്, അതായത് ലോക്കുണ്ട്. മുകളിലൊരു ടവർ ബോൾട്ട് ഉണ്ട്, അതൊരു ടൈപ്പ് ലോക്കാണ്. ഓക്കെ, ടവർ ബോൾട്ടും ഉണ്ട്, ആൽഡ്രോപ്പും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ മാർക്കിങ്സ് എല്ലാം ചെയ്യണം. അതായത് ഇവിടെ കുറേ ഡയമെൻഷൻസ് ഉണ്ട്, ആ ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വേണം പോകാൻ. അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് എലിവേഷനിൽ നിന്ന് പിടികിട്ടുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, ഇതിനെ ഓരോന്നിനും പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെക്ഷൻ വരയ്ക്കുക. പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പാനലുണ്ട്, ഇവിടാണ് പാനൽ നടുക്കിരിക്കും. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ പാനൽ നടുക്കായിട്ട് വരും, ഇവിടെ നടുക്കായിട്ട് വരും പാനൽ. കാരണം ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പാനൽ ഇവിടെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ സൈഡിൽ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, എല്ലാം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. പാനലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻസ് രണ്ടും വരയ്ക്കുന്നത്. അപ്പം സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഇത് സെക്ഷൻ 1 ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെർട്ടിക്കലി കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ആരോ ഇടണം, എന്നിട്ട് വേണം ഇത് വരയ്ക്കാൻ. ഇനിയും താഴത്തെ സെക്ഷനാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു കട്ട് ചെയ്തിട്ട് താഴോട്ടോ മുകളിലോട്ടോ നമുക്ക് നോക്കാം. അപ്പോഴാണ് ഈ സെക്ഷൻ കിട്ടുന്നത്. അപ്പം ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നതും, സെക്ഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇനിയും വീടൊക്കെ വരയ്ക്കുന്ന സമയത്താണേലും സ്റ്റെയർ വരയ്ക്കുന്ന സമയത്താണെങ്കിലും, അതുപോലെ തന്നെ ട്രസ്സ്, സ്ലോപ്ഡ് റൂഫ്. അപ്പോൾ അടുത്ത മോഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതോടെ നമ്മുടെ ഈ മോഡ്യൂൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇതിനകത്ത് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഈ മോഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്? ഈ മോഡ്യൂളിൽ നമുക്ക് മോഡ്യൂൾ 1 പഠിക്കാനുണ്ടായിരുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. IS കോഡ്സിൻ്റെ സ്റ്റഡി ആയിരുന്നു. അതായത് ബിൽഡിംഗ് ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്സിനെ കുറിച്ച് നമ്മൾ വേഗമായിട്ടൊന്ന് പഠിച്ചു. അതിനുശേഷം നെക്സ്റ്റ് വി സ്റ്റഡീഡ് അബൌട്ട് ദ സ്കെയിൽസ് ആൻഡ് ദ ബേസിക് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്. പിന്നെ കുറേ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറേ ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറേ ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതൊന്നും എക്സാമിന് ചോദിച്ചില്ലെങ്കിലും
IS കോഡ്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ഒന്ന് പഠിച്ചിരിക്കണം. അതുപോലെ സ്കെയില് 3 ടൈപ്പ്, എൻലാർജ്ഡ്, നോർമൽ, റെഡ്യൂസ്ഡ്, 3 ടൈപ്പ് സ്കെയിൽസ് ഉണ്ട്. മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ പോയത് ഡോർസ് ആൻഡ് വിൻഡോസിലോട്ടാണ്. ഡോർസിൻ്റെയും വിൻഡോസിൻ്റെയും കമ്പണൻസ് എല്ലാം പഠിച്ചു. ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് ദ സെക്ഷണൽ എലിവേഷൻ, ഫ്രണ്ട് വ്യൂ ആൻഡ് ദ സെക്ഷണൽ പ്ലാൻ ഓഫ് പാനൽ ഡോർ ആൻഡ് ഗ്ലേസ്ഡ് വിൻഡോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് മോഡ്യൂൾ 1ൻ്റെയും മോഡ്യൂൾ 2ൻ്റെയും കൂടെ ഒരു മിക്സപ്പ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. മോഡ്യൂൾ 1ൽ നിന്ന് ഒന്നെങ്കിൽ ഡോർ ചോദിക്കാം, അല്ലെങ്കിൽ വിൻഡോ ചോദിക്കാം. അപ്പം പാനൽഡ് ഡോറും ഗ്ലേസ്ഡ് വിൻഡോയും നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾ അസൈൻമെൻറ്റ് 1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്ലേസ്ഡ് വിൻഡോ പിടികിട്ടും. സിമിലർ ആണ് ഡോറും. സോ ഡോറും വിൻഡോയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ, ഏറ്റവും എളുപ്പമുള്ളതാണ്, ഏറ്റവും വരയ്ക്കാനും എളുപ്പമുള്ളൊരു സാധനമാണ് ഡോറോ അല്ലെങ്കിൽ വിൻഡോ. ഓക്കെ, അടുത്തത് നമ്മൾ മോഡ്യൂൾ 2ൽ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോണ സ്റ്റഡി അബൌട്ട് ദ റൂഫ് ആൻഡ് സ്റ്റെയർസ്. അപ്പോൾ റൂഫ് എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് റൂഫ് പറയും, ടൈപ്സ് ഓഫ് റൂഫിംഗ് പറയും. അതായത് ടൈപ്സ് ഓഫ് റൂഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് റൂഫുണ്ട്. ലീൻ ടു റൂഫ്, ഗേബിൾ റൂഫ്, നമ്മുടെ സാധാ റൂഫ് അതായത് ലെവൽഡ് റൂഫ്, പിച്ച്ഡ് റൂഫ്, പിന്നെ അത് കഴിഞ്ഞ് ട്രസ്സിലോട്ടെത്തും. അപ്പോൾ ട്രസ്സിൻ്റെ ജോയിൻറ്റ് ഡീറ്റെയിൽസും എലിവേഷനുമാണ് നമുക്ക് മോഡ്യൂൾ 2ൽ പഠിക്കാനുള്ളത്. എപ്പാർട്ട് ഫ്രം ദാറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസും സ്റ്റെയറിൻ്റെ പ്ലാനും എലിവേഷനും പഠിക്കണം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റൂഫും സ്റ്റെയറുമാണ്. ഓക്കെ, റൂഫും സ്റ്റെയറുമാണ് മോഡ്യൂൾ 2. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് സ്റ്റെയർ ആവാം, ചിലപ്പോൾ റൂഫ് ആവാം, ചിലപ്പം ഡോറും സ്റ്റെയറും കൂടെ ചോദിക്കും, അല്ലെങ്കിൽ വിൻഡോയും റൂഫും കൂടെ ചോദിക്കാം. അപ്പോൾ അത് മിക്സപ്പ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ ഇത് ഒരു 40 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഈ 2 മോഡ്യൂൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന 2 മോഡ്യൂളാണിത്. മറ്റേ മോഡ്യൂൾ 3ഉം 4ഉം എന്നൊക്കെ പറഞ്ഞാൽ ബിൽഡിങ്സ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ എല്ലാം എളുപ്പമാണ്, ഡ്രോയിങ്സ് പൊതുവെ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കണം, ഡ്രോയിങ് വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ഞാൻ അടുത്ത മോഡ്യൂളിൽ കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കും ഒരു ഡ്രോയിങ് എന്നൊക്കെ ഉള്ളത്. ഒരു പേപ്പറിൻ്റെ PDF ഒക്കെ ഞാൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു വിൻഡോയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വിൻഡോ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ആദ്യം ഒരു ഫ്രെയിം കാണും, അതിനകത്ത് നടുക്കൊരു കട്ടിങ് കാണും, അതിൻ്റെ പേരാണ് മുള്ളിയൻ. പിന്നെ 6 ഗ്ലേസ്ഡ് ആണെങ്കിൽ, 6 പാനൽഡ് ഗ്ലേസ്ഡ് ആണെങ്കിൽ 6 ഗ്ലാസ് വരും, അല്ലെങ്കിൽ 4 ഉള്ളെങ്കിൽ 4 വരത്തുള്ളൂ. സൈസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യന് തരുന്ന പോലെ വേണം എടുക്കാൻ. കാരണം നമ്മളിപ്പോൾ ഡോർ പഠിക്കുന്നത് 1000/2000 വെച്ചിട്ടാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 1200/2000 ചോദിക്കാം, 1200/2200 ചോദിക്കാം. അതൊക്കെ ക്വസ്റ്റ്യനിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഡയമെൻഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അവിടെ എവിടെയൊക്കെ ഒന്ന് ആ റേറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡയമെൻഷൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് 3 പാനൽഡ് ആയാലും 3 ലീവ്സ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ വിൻഡോ 2 ലീഫ് ഉള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. 3 ലീഫ് ചോദിച്ചാലും ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ അത് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഏകദേശം ഒരു ഗ്ലാസിൻ്റെ വീതിയൊക്കെ എത്ര വരുമെന്നുള്ളത് ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇത്ര വിഡ്ത്തും ഇത്ര ലെങ്തും ഇത്ര ഹൈറ്റുമാണ് ഒരു ഗ്ലാസ്സിനുള്ളതെങ്കിൽ ഒരു ലീഫും കൂടെ വരണമെങ്കിൽ എത്രമാത്രം ലെങ്ത് അവർ തരുമെന്നുള്ളത് നോക്കണം. അതായത് ഇപ്പം 1000/1000 ആണെങ്കിൽ ഏകദേശം സ്ക്വയർ ആയിരിക്കും. പക്ഷേ ഒരു 1500/1000 ആണെങ്കിൽ 3 ലീഫ് വരും. മനസ്സിലായോ? ആ രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഡയമെൻഷൻസ് ഏത് രീതിയിലും ഓവറോൾ ഡയമെൻഷനെ അവർ പറയത്തുള്ളൂ. ഡോർ ആണെങ്കിൽ 1000/2000 എന്ന് പറയാം, അല്ലെങ്കിൽ 1200/2000 എന്ന് പറയും. വിൻഡോ ആണെങ്കിൽ 800/1000 ചോദിക്കും, അല്ലെങ്കിൽ 1000/1000 ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്. സോ ട്രൈ ടു ആദ്യം നിങ്ങൾ നന്നായിട്ട് അസൈൻമെൻറ്റ് വൃത്തി അങ്ങ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുക ഡ്യൂ ഡേറ്റിന് മുമ്പ്. കണ്ടെയ്ൻമെൻറ്റ് സോണ് അങ്ങനെയുള്ള കേസിലൊക്കെ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. കണ്ടെയ്ൻമെൻറ്റ് സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് ഞാൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. അപ്പം താങ്ക് യു.